ഹായ് എവ്രി വൺ. ഗുഡ് ഈവനിങ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നു ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുള്ള. എന്താണ് ജാവാസ്ക്രിപ്റ്റ്, എന്തിനാണ് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന് കൂടെ തന്നെ ഒരു ബേസിക് ആയിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അലേർട്ട് ബോക്സ് എങ്ങനെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ ബേസിക് ജാവാസ്ക്രിപ്റ്റ് സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കോഡ് തന്നെയാണ് ഈ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ കാണുന്നത് എന്താണ്, അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന കോഡ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബേസിക് തന്നെയാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പേജ് റൺ ചെയ്തു. ഇവിടെ കണ്ടോ, ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എനിക്കൊരു ബട്ടൺ ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് ബോക്സ് ഇവിടെ ഷോ ആവുന്നുണ്ട്. അത് ഓക്കെ അടിച്ചാൽ അത് പോവും. രണ്ടാമത് എന്ത് ചെയ്യും, ക്ലിക്ക് മീ അടിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ HTML പേജിൽ നമുക്ക് ബട്ടൺസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് HTML എലമെന്റ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇന്ററാക്റ്റീവ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ, ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിന്റെ ബേസിക്, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു HTML പേജിൽ നമുക്ക് ഈ ഒരു ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് ഹാൻഡ്ലർ ആണ്. അതായത് ഒരു സംഭവം ആദ്യം ഞാൻ എന്ത് പറയാം, ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ നമുക്ക് കോഡ് എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ HTML പേജിൽ എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് മെത്തേഡ്സുകളുണ്ട്. നമ്മൾ CSSന്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, CSS നമ്മുടെ HTML പേജിലോട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ്സുകൾ ഉണ്ടായിരുന്നു: ഇൻലൈൻ CSS, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. അതുപോലെ തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുണ്ട് മൾട്ടിപ്പിൾ വേസ്. അതിലുള്ള ഒരു വേ ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട്, എന്താണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്, സ്ക്രിപ്റ്റ് ടാഗ് കണ്ടോ. ഈ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് ഇതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ എന്തുകൊണ്ട് അത് ഇവിടെ താഴെ എവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കുന്നത്, സ്ക്രിപ്റ്റ് ടാഗ് എവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ കൊടുത്തിട്ടുള്ളത്, ബോഡി ടാഗില് ഏറ്റവും നമ്മളുടെ എല്ലാ HTML എലമെന്റ്സുകളും ഡിസ്പ്ലേ ആയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ HTML എലമെന്റ്സുകളും HTML കോണ്ടന്റ്സ്, നമ്മുടെ വെബ്സൈറ്റിലോട്ടുള്ള കോണ്ടന്റ്സ് മൊത്തം ആഡ് ചെയ്തതിന് ശേഷം മാത്രം അതിന്റെ എൻഡിൽ, ബോഡി ടാഗിന്റെ എൻഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ അതുപോലെ പറഞ്ഞ പോലെ ബോഡി ടാഗിന്റെ ഏറ്റവും എൻഡിൽ മറ്റുള്ള HTML എലമെന്റ്സുകളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രം ഞാൻ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ഇതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇനി ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോ എൻ്റെ കയ്യിൽ ഇവിടെ എന്തുണ്ട്, അത് മുന്നത്തെ ബട്ടണാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒഴിവാക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ആവണ്ട, അത് വേണ്ട, നമുക്ക് പുതുതായിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എനിക്ക് എന്തൊരു H1 ഉണ്ട്, ഒരു ഹെഡിങ് ടാഗ് ഉണ്ട് എന്ന് കരുതാം. മനസ്സിലായോ? ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഹെഡിങ് ടാഗ് ഉണ്ട്. ഈ ഹെഡിങ് ടാഗിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ടെക്സ്റ്റ് കൊടുക്കാം, ഹലോ വേൾഡ്, ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി എൻ്റെ ആവശ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹെഡിങ് ടാഗിലെ എനിക്ക് എന്താണ്, ഞാനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ടെന്ന് കരുതുക. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് എന്താണ്, ഈ H1-നുള്ളിലുള്ള ടെക്സ്റ്റ് എന്താണ്, ചേഞ്ച് ആവണം. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു H1-ഉം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മീൻസ് ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താവണം,
ഈ H1 ഈ ഹെഡിങ് എന്ത് ചെയ്യണം, ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് മാറിയിട്ട് എനിക്ക് എന്ത് വരണം, ഹലോ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവണം. ഓക്കെ, ഹലോ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രസമായിട്ട് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹലോ ആദിൽ എന്നുള്ള രീതിയിൽ യൂസറിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മീൻസ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതാണ് നമ്മുടെ പേജ് അല്ലേ. ഇവിടെ ചേഞ്ച് ടെക്സ്റ്റ്, ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹെഡിങ് ഉണ്ട്. അതേപോലെ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് സംഭവിക്കണം, ഞാൻ പ്രസ് ചെയ്തിപ്പോൾ ഒന്നും സംഭവിക്കണില്ല. പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഇതിലുള്ള ഈ ടെക്സ്റ്റ് ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് മാറിയിട്ട് ഹലോ ആദിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ഈ ഒരു നമ്മൾ CSS പറഞ്ഞിട്ടുണ്ടായിരുന്നു ID സെലക്ടറും ക്ലാസ് സെലക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു എലമെന്റിനെ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുണീക്ലി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണം അല്ലേ. ഈ എലമെന്റ് ആണ് നമുക്ക് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് ഈ H1. അപ്പൊ ഈ H1 നമുക്ക് എന്ത് ചെയ്യാം, ഒരു ID കൊടുക്കാം. എന്താണ് ID കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, H1 ഒരു ഹലോ 1 എന്ന് പറഞ്ഞിട്ടൊരു ID കൊടുത്തു. എന്താണ് ഹലോ 1 എന്ന് പറഞ്ഞിട്ടൊരു ID കൊടുത്തു. അപ്പോൾ ഈ ID വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ പോവാണ്. അത് എവിടെ ആക്സസ് ചെയ്യണം, ഈ സ്ക്രിപ്റ്റിനുള്ളിൽ എനിക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു H1 ഇവിടെ സ്ക്രിപ്റ്റിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ളിലുള്ള ടെക്സ്റ്റ് എനിക്ക് സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയണത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ എലമെന്റിന് ഒരു ID കൊടുത്തു. ഈ ID വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്ക്രിപ്റ്റിനുള്ളിലോട്ട് ഈ H1 കൊണ്ടുവരും. ഓക്കെ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യും. അവിടുന്ന് വേണം എന്ത് ചെയ്യാൻ, എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, ഇതിനുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഈ എലമെന്റിനെ താഴോട്ട് കൊണ്ടുവരികയാണ്. അതിന് ഫസ്റ്റ് എന്ത് വേണം, ജസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം. കോൺസ്റ്റ് എലമെന്റ് document dot get element by ID എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇവിടെ hello 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം കൊടുക്കാം. അപ്പോ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നമുക്ക് ഈ H1 അല്ലെങ്കിൽ ഈ ഒരു ഹെഡിങ് എലമെന്റിനെ എനിക്ക് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ കിട്ടണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ കോണ്ടന്റ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ എലമെന്റിനെ ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെന്റിന് ഞാൻ എന്ത് കൊടുത്തു, ഒരു ID കൊടുത്തിട്ടുണ്ട്. ഈ ID വെച്ചിട്ട് ഞാൻ എലമെന്റിനെ സ്ക്രിപ്റ്റിനുള്ളിൽ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ കാണിച്ചത്. മനസ്സിലായോ? ഈ ID ഒരു HTML എലമെന്റിന് അതിന്റെ ID ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ സ്ക്രിപ്റ്റിനുള്ളിൽ ആ എലമെന്റിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് എന്നത് ഇതാണ് നമുക്ക് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് എലമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ഒബ്ജക്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് അതായത് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഐഡിയുടെ പേര്, അതായത് എന്താണ് HTMLന്റെ ID, ആ എലമെന്റിന്റെ ID നെയിം ഇല്ലേ, hello 1 എന്ന് പറഞ്ഞിട്ട്, ആ ID ഞാൻ എന്ത് ചെയ്തു, ഇതിനുള്ളിൽ കൊടുത്തു. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് നമ്മളുടെ HTML പേജിൽ വന്നിട്ട് ഈ ID hello 1 എന്ന് പറഞ്ഞിട്ടുള്ള ID ഏതെങ്കിലും HTML എലമെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എലമെന്റിനെ ഫൈൻഡ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിനുള്ളിലോട്ട് കൊണ്ടുവരും. മനസ്സിലായോ? അതിനാണ് നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ HTML എലമെന്റിനെ നമ്മളുടെ സ്ക്രിപ്റ്റിനുള്ളിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടോ കോൺസ്റ്റ് എലമെന്റ്, എന്താന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ കൺസോൾ ഡോട്ട് ലോഗ്
console.log ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസറിൽ കൺസോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. എന്താണ് ബ്രൗസേഴ്സ് തരുന്ന ഒരു ഫീച്ചറാണ് കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസോളിൽ നമ്മൾ ഡീബഗ് ചെയ്യാൻ അല്ലെങ്കിൽ എറേഴ്സും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ്. നമുക്ക് നോക്കാം, ബ്രൗസേഴ്സ് അതിന് തരുന്ന ഒരു ഫീച്ചറാണ് കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഈ കൺസോളിൽ ബ്രൗസേഴ്സിന്റെ കൺസോളിൽ എന്തെങ്കിലും ഡാറ്റകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? console.log എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എന്താണ് console.log എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിനുള്ളിൽ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ പാസ് ചെയ്യണത്, എന്താണോ കൊടുക്കുന്നത്, അതെന്ത് ചെയ്യും? നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. ഇപ്പൊ ഞാൻ എന്ത് എലമെന്റിന്റെ പകരം ഹലോ ആദ്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്താണ് കൺസോൾ, എവിടെയാണ് കൺസോൾ, എങ്ങനെ കൺസോൾ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ബ്രൗസറിലോട്ട് വരാം. നമ്മുടെ വെബ് പേജ് റൺ ചെയ്യുന്ന ബ്രൗസർ ഇല്ലേ, ഈ ബ്രൗസറിലോട്ട് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം താഴെ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം. അത് സെലക്ട് ചെയ്യാം. കണ്ടോ? അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, സൈഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ കാണാം റൈറ്റ് സൈഡിൽ എലമെന്റ്സ്, കൺസോൾസ്, സോഴ്സ്, നെറ്റ്വർക്ക്, പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ? ഇതിൽ നമുക്ക് കൺസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന ഈ ഒരു ഏരിയനാണ് നമ്മൾ എന്ത് പറയാം? കൺസോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ console.log എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഹലോ ആദിൽ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഹലോ ആദിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആക്കി കൊടുത്തു. കണ്ടോ? ഇവിടെ മാറിയിട്ട് വന്നു, ഹൈ ജാവാസ്ക്രിപ്റ്റ് എന്നായി. കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കോൺസ്റ്റ് എലമെന്റ്, ഈ സംഭവം എന്താണെന്നറിയോ? ഞാൻ ഇതിന്റെ ഇടയിലൂടെ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഇടയിൽ കൂടെ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുകയാണ്. ആ ടാസ്കിന്റെ ഇടയിൽ കൂടെയാണ് നമ്മളുടെ എന്ത് ചെയ്യുക? നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റ് എലമെന്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഈ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ആണ്. എന്താണ് വേരിയബിൾ? എന്താ ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ എന്ന് പറയും. വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ ആക്ട് ആസ് എ കണ്ടെയ്നർ ഫോർ സ്റ്റോറിങ് ദ വാല്യൂസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയാം. അതായത് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഒരു വാല്യൂസ് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നറിനെയാണ്, കണ്ടെയ്നർ അല്ലെങ്കിൽ പാത്രം, മനസ്സിലായോ? കണ്ടെയ്നേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? വേരിയബിൾ എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ എന്ത് പറയാം? വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, വേരിയബിൾസ് ആക്ട് ആസ് എ കണ്ടെയ്നർ ഫോർ സ്റ്റോറിങ് ഡാറ്റ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് എലമെന്റ് കണ്ടോ? ഈ എലമെന്റ് നമുക്കൊരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഈ ഫംഗ്ഷൻ അതാ, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എവിടെ പോയിട്ട് നമ്മളുടെ HTML പേജിൽ പോയിട്ട് h1 എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റനെ അല്ലെങ്കിൽ ഈ എലമെന്റിനെ എടുത്തു കൊണ്ടുവരും. എവിടേക്ക്? സ്ക്രിപ്റ്റിനുള്ളിലോട്ട് എടുത്തു കൊണ്ടുവന്നാൽ മാത്രം പോരാ, കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു പേര് കൊടുത്തു എന്നുള്ളൂ. നമുക്ക് എന്ത് പേരും കൊടുക്കാം, എൻ്റെ പേര് കൊടുക്കാം, നിങ്ങളുടെ പേര് കൊടുക്കാം, എന്തും കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ നെയിം ആ വേരിയബിളിൽ കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്ന വാല്യൂസിനെ റെഫറൻസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം ആയിരിക്കണം നമ്മൾ വേരിയബിളിന് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ അതൊരു HTML എലമെന്റിനെയാണല്ലോ അതിലോട്ട് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെന്ത് കൊടുത്തിട്ടുള്ളത്? എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വേരിയബിൾ നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിവിടെ കൺസോൾ ലോഗിൽ ഹൈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തും കൊടുത്തിട്ടില്ലേ? ഇതിന് പകരം ഈ എലമെന്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഈ എലമെന്റിലോട്ട് എന്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഈ ഒരു h1, ഈ ഒരു
എലമെന്റ് hello1 എന്ന് പറഞ്ഞിട്ട് ഐഡി ഉള്ള ഈ ഒരു HTML എലമെന്റിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ എലമെന്റിനെ ഞാൻ ഇവിടെ കൺസോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് console.log പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്തായിരിക്കും, എനിക്ക് കൺസോളിൽ ഈ ഡാറ്റ അതായത് ഈ h1 പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടതല്ലേ അല്ലേ? നമ്മളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, കണ്ടോ ബ്രൗസറിൽ വന്നപ്പോൾ ഇവിടെ കണ്ടോ കൺസോളിൽ h1 id hello1 hello world കണ്ടോ നമ്മളെ കൺസോളിൽ എന്ത് പ്രിന്റ് ആയിട്ടുണ്ട്, നമ്മുടെ ആ HTML എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു HTML എലമെന്റ് നമുക്ക് നമ്മുടെ കൺസോളിൽ പ്രിന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ക്രിപ്റ്റിനുള്ളിലോട്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ആക്ട് ആസ് എ കണ്ടെയ്നർ ഫോർ സ്റ്റോറിങ് വാല്യൂസ് എന്നാണ്. അപ്പോൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാത്രത്തിനെ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, എലമെന്റ് എന്ന് പറയാം, വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നമ്മൾ എലമെന്റിനെ നമ്മൾ ആക്സസ് ചെയ്തില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഈ എലമെന്റിനുള്ളിലോട്ട് ടെക്സ്റ്റ് മാറ്റി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. അതായത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഓൺ ക്ലിക്കിൽ മുമ്പ് ചെയ്തില്ലേ, ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, കണ്ടോ? ഓൺ ക്ലിക്ക് ആട്രിബ്യൂട്ടിൽ ഞാൻ എന്ത് ചെയ്തു, ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. എന്താണ് ചേഞ്ച് ടെക്സ്റ്റ്? എന്ത് പേരും കൊടുക്കാം. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെക്കുന്ന ഒരു അൽഗോരിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡ്സിന് നമുക്ക് എന്ത് പറയാം, ഒരു ഫംഗ്ഷൻ എന്ന് പറയാം. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു കോഡ് ഓഫ് ലൈൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതി വെക്കുന്ന കോഡ് ഓഫ് ലൈൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് ലൈൻസ് എപ്പോൾ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നീടുള്ള ക്ലാസ്സുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ നെയിം അല്ല ഫംഗ്ഷൻ നെയിം എന്ത് ചെയ്തു കൊടുത്തു അല്ലേ, ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്തു. ആ ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ കീവേഡ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്, ഫംഗ്ഷൻ കീവേഡിന്റെ ഫംഗ്ഷൻ കീവേഡിന്റെ ഹെൽപ്പ് വേണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം, ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ നെയിം ഫംഗ്ഷൻ നെയിം വേണം. ആ ഫംഗ്ഷൻ നെയിം നമ്മളിവിടെ വിളിച്ച ഫംഗ്ഷൻ നെയിം ഇല്ലേ, നമ്മളിപ്പോ ഓരോരുത്തർ പേരെടുത്തിട്ട് വിളിക്കൂലേ, ഇപ്പൊ അതിൽ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും കുട്ടികളെ വിളിക്കുന്ന ആളുകളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പേരല്ലേ വിളിക്കുക. അതുപോലെ ഒരു ഫംഗ്ഷനെ എപ്പോൾ വർക്ക് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷൻ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എപ്പോൾ വർക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, console.log ഫംഗ്ഷൻ വർക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എഴുതി കൊടുത്തു. ഈ കൺസോൾ ലോഗ് ഏതാ, നേരത്തെ നമ്മൾ ഇവിടെ കൊടുത്ത console.log എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ പേജ് എടുത്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് ഇവിടെ കൺസോളിലെ ബ്രൗസറിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു കൺസോൾ ലോഗ് നമ്മൾ ഇവിടെ കൊടുത്തു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആ കൺസോളിൽ കാണുന്നില്ല, ബ്രൗസറിൽ കാണുന്നില്ലല്ലോ. റിഫ്രഷ് ചെയ്തിട്ടാ എന്താ കാണുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫംഗ്ഷൻ എപ്പോൾ വർക്ക് ചെയ്യണം, ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ ആ കോഡ് ഓഫ് ലൈൻസിന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോഡ് ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം എപ്പോൾ വർക്ക് ചെയ്യണം എന്നുള്ള കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ മാത്രം വിളിച്ചാൽ മതി. ആ രീതിയിൽ നമുക്ക് ആ ഫംഗ്ഷന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു കോഡ് ഓഫ് ലൈൻസിന്റെ മുകളിൽ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ എപ്പോൾ വിളിക്കണം എന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും, അതിനാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ പേര് ഇവിടെ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ കോൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഫംഗ്ഷന്റെ പേര് വിളിക്കുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ വന്നിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുവരെ എന്ത് ചെയ്യില്ല, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല.
ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഫംഗ്ഷന്റെ പേര് വിളിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഫംഗ്ഷൻ പേര് വിളിക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷന്റെ പേര് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഫങ്ഷണൽ ലിറ്ററൽസ് എന്ന് പറയും. ഇതാണ് ഫങ്ഷണൽ ലിറ്ററൽസ്. ഫങ്ഷണൽ ലിറ്ററൽസ്. ഓക്കെ, ഇതാണ് ഫങ്ഷണൽ ലിറ്ററൽസ് എന്ന് പറയും. അപ്പൊ ഇത് ഫങ്ഷണൽ ലിറ്ററൽസും ഫങ്ഷൻ നെയിമും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഓൺ ക്ലിക്കിൽ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനിന് വർക്ക് ചെയ്ത് കാണിക്കണ്ടേ. ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കണ്ടോ, ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഫംഗ്ഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കിട്ടി. കണ്ടോ, എപ്പോൾ കിട്ടണില്ല, അത് റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്ത സമയത്ത് പേജ് ലോഡ് ആകുമ്പോൾ തന്നെ എനിക്ക് എന്ത് ലോഡ് ആവുന്നുണ്ട്, ഈ H1 എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ എലമെന്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ചേഞ്ച് അപ്പൊ എന്ത് പ്രിന്റ് ആവണില്ല, ഫംഗ്ഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റ് എനിക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്താണ്, ഈ ചേഞ്ച് ടെക്സ്റ്റ് ഏതാ, ഈ ഫംഗ്ഷൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ആ ഫംഗ്ഷനെ വിളിക്കുന്നുള്ളൂ. അതിനെ കൊണ്ടാണ് ആ ഫംഗ്ഷൻ അപ്പം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ അപ്പം വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് അപ്പം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അപ്പം മാത്രമേ അതിന്റെ ഔട്ട്പുട്ട് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ വർക്ക്ഡ്. അപ്പൊ നമ്മൾ എന്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഇനി എന്ത് ചെയ്യണം, ചേഞ്ച് ടെക്സ്റ്റ്. ഓക്കെ, എലമെന്റിനെ നമ്മൾ ഇവിടെ ആക്സസ് ചെയ്തു അല്ലെ, എലമെന്റിനെ ഇവിടെ കിട്ടി. ഇനി എനിക്ക് ആ എലമെന്റിനുള്ളിലോട്ട് ഉള്ള ടെക്സ്റ്റ് മാറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എലമെന്റ് എന്ത് ചെയ്തു, നമ്മളിപ്പോ HTML എലമെന്റിന് ഇവിടെ കിട്ടിയില്ലേ, എലമെന്റിൽ കിട്ടിയില്ലേ. ഈ എലമെന്റിന് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വിളിക്കാം. എലമെന്റിന്റെ ഉള്ളിൽ എലമെന്റ് ഡോട്ട് ഇന്നർ HTML. എന്താണ് ഇന്നർ HTML? ഇന്നർ HTML എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് ഇന്നർ HTML എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിലോട്ട് ഈക്വൽ ടു എന്ത് ചെയ്യാ, ഹലോ ആദിൽ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഓക്കെ, ഹലോ ആദിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, ബ്രൗസറിൽ വന്ന് ഒന്ന് നോക്കുകയാണ്. ഓക്കെ, ഇനി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നു. കണ്ടോ, ടെക്സ്റ്റ് മാറിയില്ലേ, ഹലോ ആദിൽ, ഹലോ വേൾഡ് ഉള്ളത് എന്തായിട്ട് മാറി, ഹലോ ആദിൽ എന്നുള്ളതായിട്ട് മാറി. കണ്ടോ, മനസ്സിലായോ, ക്ലിയർ ആയോ? ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് തരാം. റിഫ്രഷ് ചെയ്തപ്പോൾ ഹലോ വേൾഡ് എന്നാണ് ഇവിടുത്തെ ടെക്സ്റ്റ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു, ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ഫംഗ്ഷൻ വർക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ വർക്കായി. അപ്പൊ എന്ത് ചെയ്തു, അതിലുള്ള ടെക്സ്റ്റും മാറി, ഹലോ ആദിൽ എന്ന് പറഞ്ഞിട്ട് HTML കോണ്ടന്റ് മാറി വന്നു. മനസ്സിലായോ എന്തുകൊണ്ടാണ് അതങ്ങനെ? അപ്പോൾ ഇവിടെ ഓൺ ക്ലിക്കിൽ ഞാൻ ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. ആ ഫംഗ്ഷനെ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തു. ആ ഡിഫൈൻ ചെയ്തപ്പോൾ അതിൽ എന്താണ് ചെയ്യേണ്ടത്, ഫംഗ്ഷനെ കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സംഭവം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോഡ് കൊടുത്തു. അപ്പൊ എലമെന്റ് ഡോട്ട് എന്താണ്, നമുക്കൊരു കോണ്ടന്റ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്ത്, ഒരു HTML എലമെന്റിനെ സ്ക്രിപ്റ്റിനുള്ളിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ID വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എലമെന്റിനെ സ്ക്രിപ്റ്റിനുള്ളിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസർ കൺസോളിൽ ഡാറ്റകൾ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തത് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൾട്ടിപ്പിൾ കോഡ് ഓഫ് ലൈൻസിൽ അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് ലൈൻസിന്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫംഗ്ഷന്റെ ഉള്ളിലാക്കിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. എങ്ങനത്തെ കൺട്രോള്? ഇപ്പോൾ ഞാൻ ഈ എലമെന്റ് ഡോട്ട് ഇന്നർ HTML ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഫംഗ്ഷന്റെ പുറത്തോട്ടിട്ട്. ഓക്കെ, ഫംഗ്ഷന്റെ പുറത്തോട്ടിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇത് സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ വന്ന് നോക്കാം. കേട്ടോ, റീഫ്രഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. റീഫ്രഷ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടുന്നില്ല, ഹലോ വേൾഡ് ഇവിടെ ടെക്സ്റ്റ് എഴുതി കാണിക്കുന്നില്ല. ഇവിടെ എന്താ കാണിക്കുന്നുള്ളൂ, ഹലോ ആദിലേ കാണിക്കുന്നുള്ളൂ. കണ്ടോ, പേജ് ലോഡ് ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ എനിക്ക് എന്താ കിട്ടുന്നത്, ഈ കോഡ് റൺ ചെയ്തിട്ടാണ് വരുന്നത്. അതിനെ കൊണ്ട് നമുക്ക് അതിന് മുകളിൽ കൺട്രോൾ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ എപ്പോൾ മാത്രം ഈ കോഡ് വർക്ക് ചെയ്താൽ മതി, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലേ. അപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു,
ഓൺ ക്ലിക്കിൽ ആ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷൻ ഞാനിവിടെ ഡിഫൈൻ ചെയ്തു, ആ ഫംഗ്ഷനുള്ളിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കോഡ് ഓഫ് ലൈൻസിനെ മാറ്റി കൊടുത്തു. ഇനി നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ എന്താ വരിക, ഹലോ വേൾഡ് വരിക. ചേഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിലെ കോണ്ടൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മാറ്റം വരില്ല. മനസ്സിലായിട്ടോ? ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTML എലമെന്റ്സിന്റെ കോണ്ടൻസോ അല്ലെങ്കിൽ കോണ്ടൻസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സിന്റെ സ്ക്രിപ്റ്റിനുള്ളിൽ ആക്സസ് ചെയ്യുകയും ചെയ്യാം, അതിൻ്റെ ഉള്ളിലുള്ള കോണ്ടൻസ് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടാസ്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എന്ത് ചെയ്യും, ഇതിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കൺഫ്യൂഷൻസ് എന്തായാലും എന്നോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഇനി എന്താണ് വേരിയബിൾസ്, ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അത് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് എപ്പിസോഡ്സിലായിട്ട് പരിചയപ്പെടും. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തന്നാണ് എന്താണ് ഫങ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, വേരിയബിൾസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ എല്ലാത്തിനും ഒരു എക്സാമ്പിൾസും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷൻസും അതേപോലെ തന്നെ വേരിയബിൾസ് എല്ലാം പരിചയപ്പെടുന്നതാണ്. ഓക്കെ. അപ്പം ഈ ഒരു സംഭവം ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഏകദേശം ഇത്രയും മതി. നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ. താങ്ക് യു.